ലച്ചു അമ്മ വിട്ടോ അമ്മ, ഞാൻ പുറയിലുണ്ട്. ആണോ? എന്നാ ഞാൻ പോട്ടെ. പുറകെ പോര്. എവിടെ പോണു? ഞാൻ മിറ്റം തൂക്കാൻ വന്നതാ. അമ്മ ചേച്ചി വന്നില്ലേ? ഇല്ല. അടുക്കളയിലുണ്ടോ? ഞാൻ വിളിക്കണോ? ഓ ഇനിയിപ്പോ വേണ്ട, നീ വന്നില്ലേ? ഞാൻ വന്നാ മതിയാ? ഞാൻ അടിച്ചു വരാം. എന്താ അച്ഛൻ കൂടെ ഇല്ലല്ലോ. ചക്ക പാല് താഴെ വീണാ. കേശു ഇല്ല പൊട്ടിയില്ല പൊട്ടിയില്ല. പിന്നെ താഴത്ത് വീണ എന്താടാ? ഇല്ല എന്താ പൊട്ടിയില്ല അമ്മ, പൊട്ടിയില്ല. നിന്റെ നാക്ക് കൊള്ളാൻ കേട്ടടി. ആടി ആശേ ആടാ നിന്റെ നാക്കിനെ പറ. അമ്മ ഞാനിത് എല്ലാ ദിവസവും ഇങ്ങനെ ഇട്ടിട്ട് കൊണ്ടുവരണതാ സ്ഥിരമായിട്ട്. പക്ഷെ അങ്ങനെ പൊട്ടൂല്ല, തറ വീണിട്ടില്ല. ഇല്ല ഇല്ല ഇപ്പൊ വീണില്ലേ? സത്യമായിട്ട് വീണിട്ടില്ല. ഇവിടെ പടി. അമ്മ തുടങ്ങിയോ തൂക്കാൻ? അല്ല തൂക്കാൻ തുടങ്ങിയോന്ന് ചോദിക്കാൻ വന്നതാ. ഞാൻ നിന്നെ വിളിച്ചല്ലോ. ആ അടുക്കളയില് അടുപ്പത്ത് വെച്ചേക്കണ സാധനം ഇറക്കി വെക്കണ്ടേ? അല്ലെങ്കിൽ അത് കരിഞ്ഞു അടുക്കി പിടിച്ചു പറഞ്ഞ അമ്മ എന്നെ വഴക്ക് പറയും. എല്ലാത്തിനും കുറച്ച് അടിയുടെ കുറവുണ്ട്. ഇങ്ങതാ ഞാൻ തൂക്കാം. ഇങ്ങതാമേ വേണ്ട, എപ്പോഴാളെ പറയണ്ട. ഇവിടെ മുഴുവൻ തൂത്തു വരാനുള്ളതാ. അവസരം കിട്ടും കേട്ടാ. അതേ അച്ഛൻ എവിടെ നിന്റെ കൂടെ വന്നിട്ട്? ഞായറാഴ്ച ഉണ്ട് അച്ഛന് സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ട്. സ്പെഷ്യൽ മീറ്റിംഗാ? ഓമ്മ നമ്മുടെ ചായക്കടയിൽ ഫുൾ കോറം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീമാൻ ബാസി അവർകളുണ്ട്, പിന്നെ അച്ഛന്റെ കാവലായ നവാസൊക്കെ ഉണ്ട്, പിന്നെ വേറെ ആരുണ്ട്, മറ്റേ ശശിങ്ങളും ഉണ്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ. എടാ നിനക്ക് അവിടെ വാശി പിടിച്ച് നിൽക്കാൻ പാടില്ലായിരുന്നോ? പറയണം അച്ഛനും കൂടെ ഞാൻ വീട്ടിലേക്ക് വരത്തുള്ളൂ. ഞാൻ നിന്ന് ജസ്റ്റ് മിസ്സിന് അടി കിട്ടാതെ എസ്കേപ്പ് ആയി. അച്ഛൻ ഓടിച്ചെന്നെ. അമ്മ അമ്മൂമ്മ കിടന്ന് ദുരൂരാന്ന് വിളിച്ചോണ്ടിരിക്കുന്നു. അമ്മ എന്താ രാവിലെ തന്നെ? ആ അമ്മ എന്തമ്മാ? ആ ഞാനേ ഫോൺ അകത്തിരിക്കായിരുന്നു. ഓ മിറ്റം തൂക്കണ്. എന്തേ അച്ഛനാ ഇറങ്ങിയോ? ഓ അത് ശരി. ആ ബാലു ഉണ്ട്. ബാലു പുറത്തേക്ക് പോയിക്കണ്. ആ ഇവിടെ ഉണ്ടാവും. ആ ശരി അമ്മ ശരി. അപ്പൂപ്പൻ വരുന്നുണ്ടോ? ആ അമ്മ എന്തായാലും ഇപ്രാവശ്യം അപ്പൂപ്പൻ വരുമ്പോഴത്തേക്ക് നമുക്ക് നൈസായിട്ടൊന്ന് ചേട്ടന്റെ കല്യാണക്കാരി എടുത്തിടണേ. ഇതിങ്ങനെ വൈകിപ്പിച്ചോണ്ട് പോയാൽ ശരിയാവത്തില്ല. എടി നിനക്ക് എന്തോന്നടി ഇപ്പൊ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിരുന്നത്? അട്ട് ലച്ചുവാ കാപ്പിക്കുള്ള പരിപാടി നോക്കാം. അപ്പൊ ആര് മുറ്റടിച്ചു വരും? അന്ന് ഇത് തരുമല്ലോ. പാലും എടുക്ക്. അടിപൊളി. പാല് മൊത്തം പോയി. പിടിച്ചേ ഫോൺ പിടിച്ചേ. പാല് പോയാ? ആരോ പൊട്ടിച്ച തരാനിങ്ങനെ വെച്ചിരിക്കായിരുന്നു ഞാൻ. നന്നായിട്ട് പൊട്ടിച്ച്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഫോട്ടോ ഒന്നല്ല അപ്പൂപ്പനെ ബാ. അമ്മൂമ്മ? ആ അമ്മൂമ്മ തന്നെ. കണ്ടിട്ട് മനസ്സിലായില്ലയോ? കൊറേ കാലം ആയല്ലോ കണ്ടിട്ട്. നീ എന്താ അമ്മൂമ്മ കണ്ടില്ലയോ വെച്ചേ? എന്തോന്നാ അമ്മൂമ്മ? എന്താ നാടി കൊച്ചു കുട്ടികളാണോ ഇത് പരിഭവമൊക്കെ? പിടിക്ക. നടക്ക് 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 മക്കളെ നടക്ക്. വന്നാട്ടെ. കേശുവേ ദാ ആരെങ്കിലും വന്നേ നോക്കിയേ. അമ്മൂമ്മ കേശു അമ്മ 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 വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. അച്ഛൻ മാത്രം വരുന്നല്ലേ പറഞ്ഞേ. അമ്മ ഒരുന്ന് പറഞ്ഞില്ലല്ലോ. അതെന്താ വന്ന് ഇഷ്ടപ്പെട്ടില്ലേ? നീ ഇതിനാണോടി ഇത്രയും വർത്തമാനം പറയാൻ എന്റെ കൂടെ ചാടി പുറപ്പെട്ടത് രാവിലെ? ഓ എനിക്ക് കൊല്ലല്ലേ? ഞാൻ കൊല്ലും. നീ നെക്കി കൊല്ലും. അമ്മ അവിടുന്ന് ഓട്ടോ വിളിച്ചാണോ വന്നത്? അല്ലാതെ എങ്ങനെ വരും? ഇവിടുന്ന് കാർ അയച്ചാലൊന്നും ആരുമില്ലല്ലോ. നിന്റെ ചോനാടത്തുള്ള കുടുംബത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ അവിടുന്ന് ടാക്സി പറഞ്ഞു വിട്ടാനല്ലോ. കൂടുതൽ കളിയാക്കല്ലേ? ഓ അമ്മൂമ്മ അപ്പൂപ്പ ഇതെപ്പറ്റി? ഓ കാണുമ്പോഴുള്ള നിലവിളിയേ ഉള്ളൂ. അങ്ങോട്ടങ്ങും വരാൻ വയ്യല്ലോ. ഒരു ദിവസം ഒരു നിലവിളി കേൾക്കും, അന്നേരം എല്ലാരും അങ്ങോട്ട് എത്തിക്കോളും. അമ്മൂമ്മ മാമിയായി ഇതെപ്പോ വന്നു? അല്ല ഈ അറിയിക്കാതെ പറഞ്ഞത് പതിവാക്കിയാണല്ല. അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കാപ്പിയുടെ അമ്മ. ആ കൂടെ കുടിച്ചോട്ട് വല്ലതൊക്കെ പറയട്ടെ. എന്തോന്ന്? അല്ല മാമി കുടിക്കുമ്പോൾ എനർജി വരുമല്ലോ കാപ്പി കുടിക്കുമ്പോൾ. അപ്പൊ പറയാനുള്ളൊരു ഇതൊക്കെ കാണുന്നത്. ഓ ഓ എടാ ബാല, മാം പറയണം. നമ്മുടെ റബ്ബർ നിൽക്കുന്ന പരിപാടിയിൽ റബ്ബറെല്ലാം അടുത്ത ആഴ്ച പിഴുതു മാറ്റിയിട്ട് റബ്ബർ ഓയിന്റെ പരിപാടിയിൽ റബ്ബറെല്ലാം തെങ്ങ് എഴുതാൻ. ഞാൻ പറയുന്നത് ഇങ്ങോട്ട് കേക്ക്. ഇങ്ങോട്ട് പറഞ്ഞാൽ മാം പറയണം മാമ. ആ റബ്ബറെല്ലാം പിഴുതു മാറ്റിയിട്ട് അടുത്ത ആഴ്ച ഇവിടെ തെങ്ങും തൈ വെക്കണം. ഞാൻ ഇവിടെ പറഞ്ഞു എവിടെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയും അവിടെ ഹൈബ്രിഡ് തെങ്ങ് വയ്ക്കാൻ പറയും. അതായത് ഒരു 1.5 അടി പൊക്കം വരും. 1.5 മീറ്റർ പൊക്കമാണ് പറഞ്ഞു. നല്ല എന്താ ചിരിക്കണത്, നല്ല കാവലം കിട്ടും. അതാകുമ്പോൾ അത് കൊള്ളാം. ഒന്നും വേണ്ട, നല്ല നാടൻ തെങ്ങും തൈ വെച്ചാൽ മതി.
എന്റെ പൊന്നമ്മ ഈ നാടൻ തെങ്ങ് എത്ര വർഷം എടുക്കുന്ന അറിയാമോ? ഈ തെങ്ങ് വയ്ക്കുന്ന ആളിലെ തെങ്ങ് കായ്ച്ചാലും ആട് വയ്ക്കുന്ന തെങ്ങ് കായ്ക്കൂല. അതാണ് ഈ നാടൻ തെങ്ങിന്റെ ഒരു പ്രയോജനം എന്ന് പറയും. ഈട്ടങ്ങ് പോകില്ല, വർഷങ്ങൾ എടുക്കും. എടാ ഇപ്പോഴും പണ്ട് വെച്ച തെങ്ങിൽ നിന്നുള്ള തേങ്ങ ഇട്ടാ നമ്മളിപ്പം ഈ അരക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത് അറിയാവോ? പിന്നെ വെച്ചു കൊടുക്കണം. എടാ നമ്മൾ മാത്രം തിന്നും കുടിച്ചും കഴിഞ്ഞാൽ പോരാ, അത് ശരിയാണ്. അടുത്ത തലമുറയ്ക്ക് വല്ലതും കരുതി വെക്കണം. നീ അറിയുന്ന ഒരു കരുക്ക് അടുത്ത് നിനക്ക് കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അതിൽ നിന്ന് ചിലപ്പോൾ പറ്റുമെങ്കിൽ പാറക്കുട്ടിയുടെ മോക്ക് കുടിക്കാൻ പറ്റും. അതുവരെ വളർന്നുകൊണ്ട് നിൽക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈബ്രിഡ് തെങ്ങ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിക്കൊക്കെ അടുത്ത് കുടിക്കാം. പാറക്കുട്ടി വരെ ഇത്ര പൊക്കത്തിൽ അടുത്ത് കുടിക്കാം. മറ്റത് ആളെ വിളിച്ച് കയറിയൊക്കെ മാമന്റെ ഇഷ്ടം പോലെ ചെയ്യും. നിന്റെ സംസാരത്തിന് യാതൊരു മാറ്റവും ഇല്ലല്ലോടാ. മാമിക്ക് നല്ല മാറ്റമുണ്ട്, സംസാരം നല്ല കൂടി. വെച്ചോണ്ടല്ലോ ചികിത്സ കഴിഞ്ഞിരിക്കുകയാണ്. ചികിത്സ, നിന്റെ ഒരു ചികിത്സ അറിഞ്ഞില്ലായിരുന്നാ? അല്ല നിന്റെ മുട്ടിന്റെ വേദനയൊക്കെ പോയോ അവന്റെ പുറകെ ഓടിയപ്പോ? പിന്നെ അല്ലാതെ എന്തോ പറയാനാ ഇതിനകത്ത്? അല്ല അമ്മ മുമ്പ് ഇങ്ങനെ മുട്ടുവാനായിട്ട് ഇങ്ങനെ മുടഞ്ഞു നടക്കുവായിരുന്നല്ലോ, അതൊക്കെ മാറിയപ്പോ? അതിപ്പോ മാറിയെന്ന് ഓടിയപ്പോ കണ്ടില്ലേ? മാമി ചിരട്ട മാറ്റി വയ്ക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പൊ ഉണ്ട്. മുട്ടിന് 2 ചിരട്ട മാറ്റി വയ്ക്കാം. നിന്റെ 2 ചിരട്ട എനിക്ക് തരുമോ? കൊടുക്കടാ, ചിരട്ട കൊടുക്കടാ. കൊടുക്കച്ചാ.